ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണെന്ത്? ജീവിക്കുന്ന ഒരു ദൈവം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ആരാധിക്കുന്നത് ജീവിക്കുന്ന ഒരു ദൈവത്തെയാണ്. ഇന്ന് ആ ദൈവം വചനമായി, ഇന്ന് ആ ദൈവം വിശുദ്ധ കൂദാശയായി, ഇന്ന് ആ ദൈവം നമ്മുടെ കൂട്ടായ്മയിൽ ഒരുമിച്ച് വസിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പരസ്പര സ്നേഹത്തിൽ ഒരുമിച്ച് വസിക്കുന്ന, പരസ്പര സ്നേഹത്തിൽ കൂടെ ആയിരിക്കുന്ന ആ ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ ഒന്ന് ആരാധിക്കുകയാണ്. ഈ വചനം ശ്രവിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം എല്ലാ ദൈവമക്കളും ഭക്തിയോടെ കൂടെ വസിക്കുന്ന എമ്മാനുവലായ ദൈവത്തെ ഹൃദയം ഉയർത്തിയെന്ന് ആരാധിക്കുകയാണ്. കൈകളൊന്ന് കൂപ്പാവോ, കണ്ണുകളൊന്ന് അടച്ച് എല്ലാ ദൈവമക്കളും മനസ്സിനെ ഏകാഗ്രമാക്കിക്കേ. എൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇതെൻ്റെ തൊട്ടടുത്ത് എന്നെ സ്പർശിച്ചുകൊണ്ട് ഹൃദയത്തോട് ചേർത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. യഥാർത്ഥ ആരാധന ആത്മാവിലും സത്യത്തിലുമാണ്. എൻ്റെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് ഉയരുന്ന അനുഗ്രഹീത നിമിഷങ്ങളാണ് ദൈവാരാധന നിമിഷങ്ങൾ. ഓരോ മക്കളും ഈ നിമിഷം ഹൃദയം ദൈവത്തെങ്കിലേക്ക് ഉയർത്തട്ടെ. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, എല്ലാ മനസ്സുകളും ദൈവത്തെങ്കിലേക്ക് ഉയരട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. മനസ്സും ഹൃദയവും ശരീരവും ഒരുപോലെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തി ഹൃദയം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കട്ടെ, ശക്തിയോടെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സുയരട്ടെ, ഹൃദയമുയരട്ടെ, അധരമുയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ. സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ. മകനെ, മകളെ, എവിടെ നിന്നാണെങ്കിലും ഈ നിമിഷം ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന സമയത്ത് കർത്താവ് നിന്റെ അടുത്തേക്ക് വന്ന് അവിടുത്തെ സാന്നിധ്യം കൊണ്ട്, സാമീപ്യം കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ആ വിശ്വാസത്തോടെ അടുത്തുള്ള കർത്താവിനെ ആരാധിച്ച് ആരാധന 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 അനുഭവിച്ച് ആരാധിച്ച് ഹൃദയത്തിൽ ഒരു തീ നിറയട്ടെ, ഹൃദയത്തിൽ ഒരു അഗ്നിയുടെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ, വിശുദ്ധിയിൽ നിറയാൻ, കൃപയിൽ നിറയാൻ അഭിഷേകം നൽകണമേ. ആരാധന 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 ആരാധന. ഓരോ മനസ്സുകളിലേക്കും ആത്മശക്തി നിറയട്ടെ, എല്ലാ ജീവിതങ്ങളിലേക്കും ദൈവിക പ്രകാശം നിറയട്ടെ. ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ, ശക്തിയോടെ ആരാധിക്കട്ടെ, ശക്തിയോടെ ആരാധിക്കട്ടെ. കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി പാടാം. ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ചേർന്ന് പാടി ആരാധിക്കാം. സ്വർഗീയ അഗ്നിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയ അഗ്നിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. മഴ പോലെ പെയ്തിറങ്ങി വാ, ആമേൻ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ, പെരുമഴ പോലെ പെയ്തിറങ്ങി വാ. ദൈവശക്തി നിറയട്ടെ. മഴ പോലെ പെയ്തിറങ്ങി. എല്ലാവരും ആരാധിക്കട്ടെ, 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 ആരാധിക്കട്ടെ. പരിശുദ്ധാത്മാവേ, come Holy Spirit, ആവസിക്കണം. come Holy Spirit, come Holy Spirit, come power, 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 power. Come Holy Spirit, come Holy Spirit, come Holy Spirit, fill our heart with your power, holy fire, come holy Holy power. Spirit, come Holy Spirit, come Holy Spirit, come The power of God. Come Holy Spirit, come Holy Spirit, come Holy Spirit, come. Hallelujah, hallelujah, hallelujah. വരങ്ങളുടെ ഒരു കൃപ നിറയും, പ്രത്യേക പ്രകാശം നിറയും. ആരാധിക്കുമ്പോൾ പ്രത്യേക അത്ഭുതം നിറയും. ആരാധിക്കുമ്പോൾ ഒരു പ്രത്യേക ശക്തി നിറയും. ഓരോ മനസ്സുകളും തുറക്കപ്പെടുന്നുണ്ട്, ഇത്തിരി മനസ്സുകൾ തുറക്കപ്പെടുന്നുണ്ട്. വചനം കേൾക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ ആത്മാവ് ഒത്തിരി മനസ്സുകളെ സ്പർശിക്കുന്നുണ്ട്. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ.
ആരാധന 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 ആരാധന. കൈകൾ കൂപ്പി മഴ പോലെ കണ്ണുകളടച്ച് പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ആമേൻ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. നമുക്കിരിക്കാം. വളരെ അനുഗ്രഹത്തിൻ്റെ ഒരു 2020 പ്രവേശിച്ച് ഒരു പ്രകാശത്തിൽ വസിക്കാനായിട്ട് ദൈവം നമ്മുടെ ജീവിതങ്ങളെ വീണ്ടും ക്ഷണിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിക്ക് ശേഷം അവിടുത്തെ മഹാദൗത്യം ഈശോ ആരംഭിച്ച് പ്രകാശമായ ഈശോ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നതിനെ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ. യോഹന്നാൻ സുവിശേഷകൻ 1-ാം അധ്യായം 1-ാം വചനത്തിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 3-ാം വചനത്തിൽ തന്നെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്, ദൈവം അരുളി ചെയ്തു പ്രകാശം ഉണ്ടാകട്ടെ. എന്ത് സംഭവിച്ചു? പ്രകാശം ഉണ്ടായി. അപ്പോൾ എങ്ങനെ പ്രകാശം ഉണ്ടായത്? ദൈവം അരുളി ചെയ്തു. തുടർന്ന് ഇങ്ങോട്ട് ഓരോ സൃഷ്ടികളെ നമ്മൾ കാണുക, ദൈവം അരുളി ചെയ്തു, ദൈവം അരുളി ചെയ്തു. അപ്പോൾ സമസ്തവും സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ അരുളപ്പാടിലൂടെ, അല്ലേ? കർത്താവിൻ്റെ വചനത്തിലൂടെ. അതാണ് യോഹന്നാൻ പറഞ്ഞത്, ആദിയിൽ വചനമായിരുന്നു ഉണ്ടായിരുന്നത്, അത് ദൈവമായിരുന്നു. എന്നിട്ട് വീണ്ടും യേശുക്രിസ്തുവിൻ്റെ ആ മനുഷ്യാവതാരം എന്ന മഹാരഹസ്യത്തെ ഒറ്റ വാക്കിൽ യോഹന്നാൻ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. 1:14 നമ്മൾ കാണുക, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നോക്കണേ, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം എന്ന ആ മഹാരഹസ്യത്തെ ഒറ്റ വാക്കി ചുരുക്കിയിരിക്കുകയാണ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. പ്രിയപ്പെട്ടവർ, അതാണ് യേശുക്രിസ്തു. സമസ്ത സൃഷ്ടികളിൽ നിറഞ്ഞിരുന്ന ആ മഹാരഹസ്യം, ആ മഹാശക്തി, അത് ഒരു മാംസരൂപത്തിലേക്ക് മാറി ഒരു ശിശുവായി പിറന്നു. അതാണ് യേശുക്രിസ്തു. പ്രിയപ്പെട്ടവർ, ആ യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള പിറവിയോടെ ഈ ലോകം മുഴുവൻ ദൈവപ്രകാശത്താൽ നിറയപ്പെട്ടു. അനേക മനസ്സുകളിലേക്ക് ആ വചനത്തിൻ്റെ ശക്തി നിറഞ്ഞു. മത്തായി സുവിശേഷത്തിൻ്റെ 25-ാം അധ്യായത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് ഈശോ പ്രതിപാദിച്ചു പോകുമ്പോൾ 40-ാം വചനത്തിൽ പറയുന്നൊരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇതൊരു വലിയ സത്യമാണ്, ഇതൊരു വലിയ മഹത്വമുള്ള വചനമാണ്. ഈ വചനത്തെ ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ ഹൃദയത്തിൽ സ്വീകരിച്ചു. ആരാത്? ആ മദർ തെരേസ. മദർ തെരേസ അതിങ്ങനെ ഉള്ളിലേറ്റുവാങ്ങിയപ്പോൾ എന്തു സംഭവിച്ചു? കൽക്കട്ട തെരുവീതികളിലൂടെ അലഞ്ഞു നടന്ന് അവിടെ ഉപേക്ഷിക്കപ്പെടുന്ന ചോരക്കുഞ്ഞുങ്ങൾ, അവിടെ ഉപേക്ഷിക്കപ്പെടുന്ന വൃദ്ധ ജീവിതങ്ങൾ, അതൊക്കെ ഇങ്ങനെ അഴുക്ക് പുരണ്ട് ഈ വഴിയോരങ്ങളിലും ഓവുചാലുകളിലുമൊക്കെ വ്രണബാധിതമായി ദുർഗന്ധം വമിച്ച് കിടക്കുക. ആ ജീവിതങ്ങളെ കാണുമ്പോൾ അമ്മ പറഞ്ഞു, ഇതേ ഈശോ കിടക്കുന്നു, ഈശോ കിടക്കുന്നു. അതൊക്കെ ഇങ്ങനെ വാരിയെടുക്കുക. എന്നിട്ട് നിർമ്മല ഭവനിൽ സഹോദരിമാരോടൊപ്പം ചേർന്ന് ശുശ്രൂഷിക്കുക. പ്രിയപ്പെട്ടവരെ, വായിച്ച ഒരു കാര്യം ഓർക്കുകയാണ്. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട് എടുത്തുകൊണ്ട് വന്ന മക്കളിൽ ഒന്ന് ഒരു വൃദ്ധ ബ്രാഹ്മണനാണ്. ഒരു പക്ഷേ ഒരു കുടുംബത്തിൽ നിന്ന് തള്ളപ്പെട്ട ആ ഒരു ശരീരം ഇങ്ങനെ വിറങ്ങലിച്ച് കിടന്നത്, അത് ഏതാണ്ട് മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുക. അതിനെങ്ങനെ എടുത്തുകൊണ്ട് വന്ന് സ്നേഹത്തോടെ തൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് അമ്മ സ്നേഹത്തോടെ ശുശ്രൂഷിച്ച് മരുന്ന് വെച്ച് കെട്ടി ഭക്ഷണം കൊടുത്ത് ആ ശരീരം ഒരു ജീവൻ പ്രാപിച്ചു. അങ്ങനെ സംസാരിക്കാനായിട്ടുള്ള കഴിവ് കിട്ടിയ ആ പാവപ്പെട്ട മനുഷ്യൻ അമ്മയുടെ മുമ്പിൽ കൈകൂപ്പി പറഞ്ഞു, അമ്മേ, അമ്മയാണ് എൻ്റെ ദൈവം, അമ്മയാണ് എൻ്റെ ദൈവം കേട്ടോ. കാരണം ആ മനുഷ്യന് വേറെ ആരുമില്ല, എല്ലാവരും ഉപേക്ഷിച്ച് പോയ ഒരു ജീവിതം, മറ്റാരുമില്ല. അമ്മ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയല്ലേ, ദേ ഈശോയാ എൻ്റെ ദൈവം.
ആ മുറിയിൽ ആ കുരിശ കിടക്കുന്ന ഈശോയെ ചൂണ്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു, ഈ കുരിശിൽ മരിച്ച ഈശോയാ എൻ്റെ ദൈവം. ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ഈശോയാ എൻ്റെ ദൈവം. പ്രിയപ്പെട്ടവർ നോക്കണേ, വചനം മാംസമായിട്ട് അവതരിക്കുന്ന ഇവിടെ കൃപയും സത്യവും നിറഞ്ഞ പിതാവിൻ്റെ ഏകജാതൻ്റെതായ മഹത്വം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ പ്രകാശമായിട്ട് വെളിപ്പെട്ട് കിട്ടിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ അനേക ജീവിതങ്ങൾ ആ പ്രകാശത്തെ നെഞ്ചിൽ ആവാഹിച്ചുകൊണ്ട് അനേകരിലേക്ക് ജീവൻ പകരുക, അനേകരിലേക്ക് വെളിച്ചം പകരുക, അനേകരിലേക്ക് ശക്തി പകരുക. എത്ര ജീവിതങ്ങളെയാ പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ കണ്ടെത്തുക. നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ജീവിതത്തെ കണ്ടെത്തുന്നവർ. കൃപയും സത്യവും നിറഞ്ഞ മഹത്വം. ഒരു ജീവിതത്തിൽ ഈ കൃപ നിറയുമ്പോൾ, സത്യമായ അവിടുന്ന് നിറയുമ്പോൾ ആ ജീവിതം മുഴുവൻ ഇങ്ങനെ പ്രകാശിക്കുക. പിന്നെ അവിടെ ഇരുളിമയില്ല. ജീവിതത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിലാണ് നോക്കിക്കാണുന്നത്. ആ പ്രകാശത്തെ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നവൻ്റെ ഒക്കെ ജീവിതങ്ങൾ പ്രകാശമുള്ളതായിട്ട് മാറുക. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 8:12 ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശം. മത്തായി സുവിശേഷം 5:14 വചനം നമ്മൾ ഇങ്ങനെ വായിക്കുക. ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശം. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല. എന്നിട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു വെച്ചു, മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ അനേക മക്കളിലേക്ക് കൃപയും സത്യവും നിറഞ്ഞ ആ ജീവിതത്തിൻ്റെ മഹത്പ്രഭ പകർന്നു കൊടുക്കാനായിട്ടുള്ള ഒരഭിഷേകത്തിലേക്ക് ഉണരേണ്ടവരാ ഞാനും നിങ്ങളുമൊക്കെ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ അപ്പസ്തോലിക ആഹ്വാനമായ സുവിശേഷത്തിൻ്റെ ആനന്ദം 121 നമ്പറിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം സുന്ദരമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പരിശുദ്ധ പിതാവ് പറയാണ്, തൻ്റെ സാമീപ്യവും തൻ്റെ വചനവും തൻ്റെ ശക്തിയും കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾക്ക് അർത്ഥം നൽകുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ രഹസ്യത്തിൻ്റെ സ്പഷ്ടമായ സാക്ഷ്യം മറ്റുള്ളവർക്ക് നൽകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം എന്തിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര സ്നേഹത്തിൻ്റെ സാക്ഷ്യം മറ്റുള്ളവർക്ക് കൊടുക്കാൻ. മത്തായി സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 14-ാം വചനത്തിൽ ഈശോ വീണ്ടും പറഞ്ഞു വെക്കുക, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ലോകത്തിൻ്റെ പ്രകാശമായ യേശുക്രിസ്തുവിനെ ആര് ജീവിതത്തിലേക്ക് സ്വീകരിച്ചോ അവൻ ആ നിമിഷം മുതൽ പ്രകാശമായിട്ട് മാറുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കാൻ നിൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകുന്ന വലിയ കൃപാവർഷമാണ് ജ്ഞാനസ്നാനം. അതിലൂടെ നിൻ്റെ ജീവിതം ആത്മാവിൽ നിറഞ്ഞ് പ്രകാശിതമാകുക. ആര് ജീവിതത്തിലേക്ക് ആത്മാവിനെ സ്വീകരിക്കുന്നോ അവരുടെയൊക്കെ ജീവിതങ്ങൾ പ്രകാശിതമായി മാറുക. അഗ്നിയായിട്ട് അപ്പസ്തോലന്മാരുടെ മേൽ ആവസിച്ച ദൈവശക്തി അവരുടെ ഭയത്തെ, അവരുടെ എല്ലാ തരത്തിലുള്ളതായ നെഗറ്റീവ് ചിന്താഗതികളെ, അവരുടെ ജീവിതത്തിലുള്ള എല്ലാ നിരാശപ്പെട്ട അനുഭവങ്ങളെ മുഴുവൻ നീക്കിക്കളഞ്ഞ് അവരുടെ ഉള്ള ശക്തി കൊണ്ട്, അഭിഷേകം കൊണ്ട് പ്രകാശിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ പ്രകാശത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കാനായിട്ട് ആര് മനസ്സാകുന്നോ അവിടെയൊക്കെ വചനം മാംസമായിട്ട് അവതരിപ്പിക്കപ്പെടുക. നമ്മുടെ ഈ ആലയത്തിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ മർത്താ സഹോദരിമാർ നടത്തുന്ന ഒരഗതി മന്ദിരമുണ്ട്. പാവപ്പെട്ട അമ്മച്ചിമാർ താമസിക്കുന്ന സ്ഥലമാണ്. അവർ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിൻ്റെ കുറവ് കൊണ്ട് അമ്മച്ചിമാർക്ക് ഒരിറച്ചി മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ സുസ്തു തീരുമാനിച്ചു, എന്തായാലും വേണ്ടില്ല, എവിടുന്നേലും ഇച്ചിരി പൈസ സംഘടിപ്പിച്ചാണെങ്കിലും അവർക്ക് ഇച്ചിരി ഇറച്ചി മേടിച്ചു കൊടുക്കണം. അങ്ങനെ ആഗ്രഹിക്കുകയാണ്. പക്ഷേ സാമ്പത്തിക കാര്യങ്ങൾ എവിടുന്ന് കിട്ടും? അതൊക്കെ മനസ്സിൽ ആഗ്രഹിച്ച് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും അന്ന് ഉച്ചയായപ്പോൾ ഇതാ ഒരു കുടുംബം വന്നിരിക്കുകയാണ്. അവിടുത്തെ ഒരു മകൻ്റെ ജന്മദിനം. അവൻ ഒരേ നിർബന്ധം, ഈ ഭവനത്തിൽ കുറച്ച് ഇറച്ചി മേടിച്ചു കൊടുക്കണം. നോക്കണേ, ദൈവത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണെന്ന് വേണ്ട കാണാൻ. അവൻ അതേ തോന്നല. എന്നിട്ട് അവിടെ വന്ന് ഇവർ വളരെ സന്തോഷത്തോടുകൂടെ കുറച്ച് ഇറച്ചി അമ്മച്ചിമാർക്ക് മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അവൻ്റെ ജന്മദിനത്തിൻ്റെ സന്തോഷമായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഒരു പൈസ കൊടുത്ത് അവൻ്റെ ജന്മദിനം അവിടെ അങ്ങനെ ആഘോഷിച്ച് സന്തോഷത്തോടെ മടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വെക്കും, ഇതെന്താണ്?
ഇത് വചനം മാംസമായി അവതരിച്ചതാണ്. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എവിടെയൊക്കെ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെയോ കേട്ടിട്ടുള്ള ചില വചനങ്ങളുണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നിന്റെ ജീവിതത്തിന് അനുഗ്രഹം. മദർ തെരേസ ഹൃദയത്തിൽ സ്വീകരിച്ചതുപോലെ ഈ എളിയവരിൽ ഒരുവന് ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ എപ്പോഴോ വിതയ്ക്കപ്പെട്ട ഒരു വചനം മാംസരൂപം പൂണ്ടപ്പോൾ ഇങ്ങനെ ഒരു നന്മയായിട്ട് അവൻ്റെ ജന്മദിനം മാറ്റാൻ അവന് സാധിച്ചു. ജന്മം സമ്പൂർണ്ണമാകുന്നത് ഇങ്ങനെയാണ്. ഞാൻ പറയും, ഇത്രയും നാളുകൾക്കുള്ളിൽ ഒരുപക്ഷെ ആ കുഞ്ഞിൻ്റെ ജന്മദിനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ സത്യം പുറത്തു വരുന്നത് ഇവിടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ യേശു ക്രിസ്തുവിൽ പ്രകാശിതമായ ഒരു ജീവിതമായിട്ട് മാറണമെങ്കിൽ ഈ ഒരു അന്തസ്സത്തെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കണം. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 13:35 ഈശോ പറഞ്ഞു വെച്ചു, നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. അപ്പം എങ്ങനെ അറിയുന്നത്? പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ. നോക്കണേ, അതായത് ജീവിതത്തിൽ ഒരു കരുതൽ മറ്റുള്ളവരെക്കുറിച്ച് ഉണ്ടെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ എന്തുണ്ട്? ആ സ്നേഹമുണ്ട്. എന്ത് സ്നേഹം? യേശുക്രിസ്തുവിലൂടെ സ്വന്തമാക്കുന്ന ഒരു സ്നേഹം. ആ സ്നേഹമാണ് ഒരു കൃപയായി വെളിച്ചമായി മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നത്. സങ്കടത്തോടെ ഓർക്കുകയാണ്, ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ ഉപേക്ഷിക്കപ്പെട്ട മക്കൾ വസിക്കുന്ന ഒരാലയത്തിൽ പോയി. നമ്മുടെ ഫ്രാൻസിസ്കൻ ക്ലാര സിസ്റ്റേഴ്സ് നടത്തുന്ന അനുഗ്രഹീത ഭവനമാണ്. കർത്താവിൻ്റെ മക്കൾക്ക് അഭയം കൊടുക്കുന്ന ഇടം. ഞാനിങ്ങനെ അവരോട് സംസാരമെന്ത് ഞാൻ ചോദിച്ചു, എങ്ങനെ നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് കിട്ടുന്നുണ്ടോ? നമ്മുടെ ആളുകളൊക്കെ വന്ന് ഒത്തിരി സഹായം ചെയ്യുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞച്ചാ, മറ്റ് സമുദായങ്ങളൊക്കെ വന്ന് പല സഹായങ്ങൾ നമുക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ആളുകൾ വളരെ കുറവാണ്. ഓരോ ഇടവകയിൽ നിന്നൊക്കെ അച്ഛന്മാർ ആളുകളെ സംഘടിപ്പിച്ച് സഹായമൊക്കെ ആയിട്ട് വരാറുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ആളുകൾ വളരെ വിരളമായിട്ടൊക്കെ വരാറുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ ഒരുപാട് വേദന. ഞാൻ സങ്കടത്തോടെ ഓർത്തു, കർത്താവേ, ഈ വചനമൊക്കെ ഇങ്ങനെ കൊടുക്കുന്നു. നമുക്ക് എത്രയോ ധ്യാന കേന്ദ്രങ്ങൾ ഇന്ന് വിപുലമായിട്ടുണ്ട്. നമ്മുടെ എത്രയോ കൺവെൻഷനുകൾ എത്രയോ ഇടങ്ങളിലുണ്ട്. നമുക്ക് എത്രയോ ആത്മീയ ശുശ്രൂഷ കേന്ദ്രങ്ങൾ സഭയിലുണ്ട്. എത്രയോ വചനപ്രഘോഷണങ്ങൾ ഓരോ ദേവാലയങ്ങളിലും ദിനം പ്രതി ഇങ്ങനെ ഉണ്ട്. മഹത്തായ ബലിയർപ്പിക്കപ്പെടുന്ന കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന ദേവാലയങ്ങൾ നമുക്ക് എത്രയോ ഉണ്ട്. എന്താണ് അതിൻ്റെ യഥാർത്ഥ സത്ത? എന്താണ് ദേവാലയങ്ങൾ സംഭവിക്കുക? പങ്കുവയ്ക്കലിൻ്റെ യഥാർത്ഥ ചൈതന്യം. ഒരുവൻ തന്നെ പൂർണ്ണമായിട്ട് പങ്കുവച്ചതിൻ്റെ അതേ ചൈതന്യത്തെ പിന്തുടരുന്ന ബലിയർപ്പണങ്ങളാ പ്രിയപ്പെട്ടവരെ ഓരോ കത്തോലിക്ക ദേവാലയങ്ങളിൽ നടക്കുക. എന്താണ് നമ്മളെ പഠിപ്പിക്കുന്ന യഥാർത്ഥ പാഠം? നിന്റെ ജീവിതം പങ്കുവയ്ക്കലിലൂടെ പ്രകാശമായിട്ട് മാറേണ്ട, അനുഗ്രഹമായിട്ട് മാറേണ്ട, ശ്രവിക്കുന്ന വചനത്തെ മാംസമായിട്ട് അവതരിപ്പിക്കേണ്ട യഥാർത്ഥ അന്തസത്ത നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പ്രഘോഷിക്കുന്നതാണ് ഉയർന്നു നിൽക്കുന്ന ഓരോ ദേവാലയങ്ങളും. അത് വേറെ കെട്ടിപ്പടുക്കപ്പെട്ട മണിസൗധങ്ങളല്ല. അത് ഒരു പ്രൗഢി പ്രഘോഷിക്കേണ്ട ഒന്നല്ല. ഈ ദേവാലയത്തിൻ്റെ പ്രൗഢി കണ്ടല്ല ദൈവമക്കള് യേശുക്രിസ്തുവിനെ തിരിച്ചറിയേണ്ടത് കേട്ടോ. മറിച്ച് എന്തിലെവിടെയാ ദൈവമക്കള് തിരിച്ചറിയേണ്ടത്? അതിൻ്റെ ഉള്ളിൽ വസിച്ച് പ്രകാശം സ്വീകരിച്ചു പോകുന്ന മക്കളുടെ ജീവിതം കണ്ട. പ്രിയപ്പെട്ടവരെ, ഈ യഥാർത്ഥ അർത്ഥം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൈവരുന്നില്ല എങ്കിൽ പടുത്തുയർത്തപ്പെടുന്ന ദേവാലയങ്ങൾക്ക് അർത്ഥമില്ലേ? ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന് അർത്ഥമില്ലേ? തിരിച്ചറിഞ്ഞോണം പ്രിയപ്പെട്ടവരെ. മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു വെക്കുമ്പോൾ നമ്മുടെ ചങ്കിലേക്ക് ഇത് കയറണം. ഒരു പങ്കുവയ്പ്പിൻ്റെ യഥാർത്ഥ ചൈതന്യം ഇല്ലാത്തിടത്തോളം കാലം ക്രിസ്ത്യാനിയുടെ ജീവിതം ഒരു തരംതാന്ന വിലകെട്ട ജീവിതമാണ് പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവരെ പരിഗണിക്കുന്ന, മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്ന, നന്മ ചെയ്യാത്ത ഒരു ജീവിതമെന്ന് പറയുന്നത് പ്രകാശം കെട്ട ജീവിതമാണ്.
എൻ്റെ ആയുസ്സിൽ നന്മ ചെയ്യാത്ത ദിനങ്ങൾ എൻ്റെ ആയുസ്സിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന ദിനങ്ങളല്ല എന്ന് പറഞ്ഞ മഹാവിശുദ്ധന്മാർ ജീവിച്ചു പോയ ഒരാത്മീയ പൈതൃകത്തിൻ്റെ സമ്പത്തുള്ളതാ പ്രിയപ്പെട്ട മക്കളെ കത്തോലിക്ക സഭ. അതിനെ നമ്മൾ ചവിട്ടിത്തേച്ച് അതിൻ്റെ ചൈതന്യത്തെ ഇല്ലാതെ കളഞ്ഞ് അനുഷ്ഠാനങ്ങളിൽ ഒതുക്കുന്ന ഒരു സഭയായിട്ട് അതിനെ അധപ്പതിപ്പിക്കരുത്. മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ യഥാർത്ഥ അന്തസ്സത്തെയായ പങ്കുവയ്ക്കലുണ്ട്. യഥാർത്ഥ സ്നേഹത്തിൻ്റെ, കരുതലുള്ള സ്നേഹത്തിൻ്റെ, നന്മയുള്ള സ്നേഹത്തിൻ്റെ പ്രകാശം പ്രസരിപ്പിക്കുന്നവരായിട്ട് മാറണം. അത് ഒരു കൃപയാകട്ടോ. കർത്താവിലൂടെ വെളിപ്പെടുത്തപ്പെട്ടത് പിതാവായ ദൈവത്തിൻ്റെ പൂർണ്ണതയിലുള്ള കൃപയും സത്യവുമാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ അനുഗാമികളായ നമ്മൾ ഓരോരുത്തരും, യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, യേശുക്രിസ്തുവിൻ്റെ പ്രകാശിതമായ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവർ കാരുണ്യത്തിൻ്റെ മഹാപ്രവാഹമായിട്ട്, ദിവ്യ കാരുണ്യമായിട്ട് ഈ ലോകത്തിൽ പ്രകാശം പരത്തേണ്ടവരാണ്. ഇതില്ലാതെ വന്ന ക്രൈസ്തവ ജീവിതത്തിൽ അർത്ഥമില്ല കേട്ടോ. മറന്നുപോകേണ്ട ഈ സത്യത്തെക്കുറിച്ച് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഏറെ ചിന്തിക്കേണ്ട പാഠമായത്. ഓർക്കണം, നമ്മൾ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, ഏത് അവസ്ഥയിലായിക്കോട്ടെ, ഈ കാലഘട്ടങ്ങളിൽ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഒക്കെ കടന്നു പോകുന്ന ജീവിത സങ്കീർണത കൊണ്ട് ഒരുപാട് ഞെരുക്കപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങൾ ഇന്ന് എല്ലാ മക്കളുടെയും ജീവിതങ്ങളിലുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ഇല്ലായ്മയിലേക്കൊന്ന് പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു ചൈതന്യം നമുക്കില്ല എങ്കിൽ വചനം മാംസമായിട്ട് അവതരിക്കുന്നില്ല കേട്ടോ. വാചകമടിക്ക് കുറവില്ലാത്ത കാലമാണ്. വചനം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ എന്തില്ല, മാംസമായിട്ട് മാറുന്നില്ല, പ്രവർത്തികളായിട്ട് രൂപാന്തരപ്പെടുന്നില്ല. ദൈവമക്കളെ, ക്രൈസ്തവ ജീവിതം അതല്ല കേട്ടോ. എന്തു പറഞ്ഞോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നവൻ്റെ അനുഗാമികളാണ് നമ്മൾ എന്നോർക്കണം. ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ശരീരമാണെന്ന് പറഞ്ഞവൻ മുറിക്കപ്പെട്ടു കാൽവരിയില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ചോരയാണെന്ന് പറഞ്ഞ കാസ ചിന്തി ചോര മുഴുവനും അവസാന തുള്ളി രക്തം പോലും മക്കൾക്ക് വേണ്ടി ചിന്തി. ആടുകളുടെ വാതിലാണെന്ന് പറഞ്ഞവൻ ഒരു ശത്രു കടന്നു വരുമ്പോൾ വാതിലിലൂടെ കടക്കുക. നോക്കണം, ഈ വാതിൽ പൊളിക്കാതെ അവന് കടക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവൻ ഏത് ശത്രുവിനെയും എതിർത്തു നിൽക്കുന്ന ഒരു മഹാവാതിലായിട്ട് മാറിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ വാതിൽ മറികടന്ന, അല്ലെങ്കിൽ ആ വാതിൽക്കൽ ചവിട്ടിയ ഇങ്ങോട്ട് പ്രവേശിക്കുക. ഓർക്കണം, കരുതലുള്ള സ്നേഹമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ പഠിപ്പിച്ചു വെച്ച പാഠം ശത്രുവിനെ സ്നേഹിക്കുന്ന പാഠമാണ്. ഒരു ചെകിടത്തടിക്കുന്നവന് മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുന്ന ശത്രു സ്നേഹത്തിൻ്റെ മൂർത്തി രൂപമാണ്. തന്നെ കുരിശിൽ തറച്ച് ഇല്ലായ്മ ചെയ്യുന്ന ജീവിതങ്ങളോട്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് പഠിപ്പിച്ച ഒരു മഹത് സ്നേഹത്തിൻ്റെ പ്രകാശിതമായ ചൈതന്യം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ക്രിസ്ത്യാനിക്ക് ഈ ചൈതന്യം ഇല്ലാതെ വന്നാൽ അത്രത്തോളം വിലകെട്ട ഒരു ജീവിതമില്ല എന്ന് മറന്നുപോകണ്ട. ഒരു സാമുദായിക സ്നേഹത്തിൻ്റെ, ഒരു യഥാർത്ഥ പങ്കുവയ്പ്പിൻ്റെ, ഒരു പ്രകാശം പരത്തുന്ന യഥാർത്ഥ ക്രിസ്തീയ ആത്മീയതയുടെ ചൈതന്യത്തെ നെഞ്ചിലാവാഹിക്കണമെന്ന് ചങ്കുപൊട്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഓരോ ദൈവമക്കളും ആ ദിവ്യ കാരുണ്യത്തെ സ്വീകരിക്കുമ്പോൾ, ആ കൂദാശകളെ സ്വീകരിക്കുമ്പോൾ, ആത്മീയ ശുശ്രൂഷകളെ പങ്കുചേരുമ്പോൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, അന്യരിലേക്ക് കടന്നു ചെല്ലുന്ന പ്രകാശമായിട്ട് എൻ്റെ ജീവിതത്തെ മാറ്റണമേ. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ചൈതന്യം പരസ്പര സ്നേഹത്തിലാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഈ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറാം. വചനത്തെ മാംസമാക്കി അവതരിപ്പിക്കുന്ന പ്രവൃത്തികളുടെ സാക്ഷികളായിട്ട് മാറാം. കർത്താവ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. കൈകൾ ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് ഓരോ ദൈവമക്കളും പ്രാർത്ഥിക്കുകയാണ്. ഈശോ, ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച അവിടുന്ന് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന വചനമായിരുന്നു. ഈശോ ഇന്ന് ജീവിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമായി എൻ്റെ കണ്ണുകൾക്ക് കാണാൻ, എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച് സംതൃപ്തി അടയാൻ അവിടുന്ന് അപ്പമായിട്ട് മാറി. എനിക്ക് കൺകുളിർക്ക് കാണാൻ, എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് അനുഭവവേദ്യമാകാൻ കർത്താവേ അങ്ങൻ്റെ കൂടെയുണ്ട്. ബലഹീനതകളും പോരായ്മകളുമുള്ള എൻ്റെ ജീവിതത്തെ ശക്തി കൊണ്ട് നിറയ്ക്കാൻ, ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നതിലപ്പുറത്തേക്ക്
ദൈവമേ, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമാർ ആത്മാവിൻ്റെ സ്പർശനമുള്ളതാക്കി മാറ്റുവാൻ അവിടത്തേക്ക് മാത്രമേ സാധിക്കൂ കർത്താവേ. ഈശോ, ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് കണ്ണീരുളവാക്കുന്ന ഒരു ജീവിതം നയിക്കാനല്ല ഞാൻ വിളിക്കപ്പെട്ടിരിക്കുക. മറിച്ച് ഞാനായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അനുഗ്രഹമാകാനാണ്. ഞാനായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ, ഞാനായിരിക്കുന്ന അന്ധകാരാവൃതമായ അവസ്ഥകളിലൊക്കെ പ്രകാശം പരത്താനാ. ഈശോ പ്രകാശമായി ലോകത്തിലേക്ക് വന്ന് അങ്ങേ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് ആ പ്രകാശത്താൽ നിറഞ്ഞ് അനേകരെ പ്രകാശത്തിലേക്ക് നയിക്കാൻ ഒരഭിഷേകം നിറയ്ക്കണമേ കർത്താവെ. ഞാൻ അങ്ങേ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന നിമിഷങ്ങളിൽ എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഒരു പ്രകാശം നിറയട്ടെ. എൻ്റെ ജീവിതത്തിലെ എല്ലാ അന്ധകാരാവൃതമായ അവസ്ഥകളും, എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ, നിരാശ അനുഭവങ്ങൾ, അതിൻ്റെ ഇരുളിമ ബാധിച്ച അവസ്ഥകൾ എല്ലാം മാറിപ്പോകട്ടെ. എൻ്റെ കുടുംബത്തിലുള്ള പ്രതിസന്ധികൾ, അസ്വസ്ഥതകളിലേക്ക് യേശുവിൻ്റെ ശക്തി നിറയട്ടെ, യേശുവിൻ്റെ പ്രകാശം നിറയട്ടെ. ഓരോ കുടുംബങ്ങളും ഇപ്പോൾ തന്നെ പ്രകാശപൂരിതമാകട്ടെ. എല്ലാ നിരാശപൂണ്ട അനുഭവങ്ങളിലേക്കും ദൈവശക്തിയുടെ പ്രകാശം നിറയട്ടെ. സ്തുതിക്കട്ടെ. എല്ലാ മക്കളും ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയമാണ്. മകനെ, മകളെ, നീ എവിടെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും, ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ പ്രത്യാശയോടെ ആ യേശുക്രിസ്തുവിനെ വിളിച്ചാൽ ആ ഈശോ നിന്റെ ജീവിതത്തിലേക്ക് വലിയ പ്രകാശം തരും. നിന്റെ ഉള്ളിലെ നിരാശ മാറും, നിന്റെ ഉള്ളിലെ സങ്കടം മാറും, നിന്റെ ഉള്ളിലെ അസ്വസ്ഥ മാറും, നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളിലേക്ക് ദൈവശക്തി നിറയും. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് ആശീർവദിക്കുന്ന സമയമാണ്. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും യേശുവിൻ്റെ നാമത്തെ ആവർത്തിച്ച് വിളിച്ച് ആ പ്രകാശത്താൽ പൂരിതമാകട്ടെ. സ്നേഹത്തോടെ മനസ്സുയർത്തി, ഹൃദയമുയർത്തി സ്തുതിക്കട്ടെ. അതരം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങയുടെ പരിശുദ്ധമായ ശക്തിയാൽ ഇപ്പോൾ തന്നെ ഒത്തിരി വ്യക്തികളിൽ നിന്ന് നിരാശപ്പെട്ട അനുഭവങ്ങൾ, സങ്കടങ്ങൾ, പരാജയ ഭീതി, പരാജയം മൂലമുള്ള സങ്കടങ്ങൾ, വേദനകൾ, അസ്വസ്ഥതകൾ നീങ്ങിപ്പോകട്ടെ. കുറ്റപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ, ജീവിതത്തിന്റെ തിരസ്കരണങ്ങൾ മൂലമുള്ള സങ്കടങ്ങൾ നീങ്ങിപ്പോകട്ടെ. എല്ലാ സങ്കടങ്ങളും പെയ്തൊഴിയട്ടെ. പ്രകാശം നിറയട്ടെ. കുടുംബങ്ങളിലെ അസ്വസ്ഥതകൾ, എല്ലാ പാപബന്ധനങ്ങളും വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. ദിവ്യകാരുണ്യമേ, കൈകൾ കൂപ്പി ആരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.